വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഈ രാത്രിയും തുടരുകയാണ്. പുളിക്കലിലെ കൃഷിയിടത്തിലുണ്ടായിരുന്ന കടുവ 8:30 സമീപത്തെ കുന്നിൻ പുറത്തേക്ക് ഓടിക്കയറി. കാട് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുവച്ചോ മയക്കുപിടി വെച്ചോ കടുവയെ പിടികൂടാൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ കാണുന്നു. ജനവാസ മേഖലയിലാണ് കടുവ ഇറങ്ങിയത്. സാധാരണ നിലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാക്കാത്ത സ്ഥലം എന്താണ് നേരത്തെ കമൽ നൽകിയിരുന്ന വിവരം. വലിയ ജാഗ്രതയാണ് ആ പ്രദേശത്ത് തുടരുന്നത്. അതിനിടയിലാണ് ഇന്ന് വനവകുപ്പിന്റെ ദൗത്യം. പിടികൂടാനുള്ള ശ്രമം ഈ രാത്രിയിലും തുടരുന്നു. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ. പുളിക്കലിലെ കൃഷിയിടത്തിലുണ്ടായിരുന്ന കടുവ 8:30 സമീപത്തെ കുന്നിൻ പുറത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. കാട് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുവച്ചോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചോ പിടികൂടാം. അത്തരം നിയമ തടസ്സങ്ങളില്ല. അതിനുള്ള ഉത്തരവ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. കമൽ, ഒരു പുതിയ ദൃശ്യം കാണുന്നുണ്ട്. ഈ രാത്രിയിലെ ദൃശ്യമാണ്. അപകടകരമായൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ദൗത്യം ഏത് ഘട്ടത്തിലെന്ന് പറയാൻ കഴിയുമോ ഇപ്പോൾ? രതീഷ്, ഇന്ന് പകൽ മുഴുവൻ, അതായത് ഉച്ചയ്ക്ക് ഈ ചീക്കല്ലൂർ മേഖലയിലെ പുളിക്കൽ എന്ന സ്ഥലത്തെ ഒരു കൃഷിയിടത്തിൽ പാടശേഖരത്തോട് ചേർന്ന ഒരു കൈതക്കാടിന് സമീപത്ത് കടുവയെ സ്പോട്ട് ചെയ്തിരുന്നു ഉച്ചയ്ക്ക് തന്നെ. പക്ഷേ കടുവ വൈകുന്നേരം വരെ, ഇരുട്ടുന്നത് വരെ അവിടെ തന്നെയായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായ ഇടവേളകളിൽ കടുവയെ വനംവകുപ്പ് നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചത് ഇരുട്ടിയ ശേഷം കടുവ വനത്തിന്റെ ഭാഗത്തേക്ക്, ഇന്നലെ വന്നത് വനത്തിന്റെ ഭാഗത്തേക്കുള്ള ഒരു ഡയറക്ഷനിലാണ്. കടുവ വനത്തിലേക്ക് രാത്രി ഓടിച്ച് കടുവയെ കയറ്റാമെന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ പ്ലാൻ. പക്ഷേ രാത്രി 7 മണി സമയത്ത്, ഇരുട്ടിയതിനു ശേഷം പലതവണ പടക്കം പൊട്ടിച്ചിട്ടും കടുവ അവിടെ നിന്ന് അനങ്ങിയില്ല. ആ സമയത്ത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായി കടുവ അവിടെ ഉണ്ടെന്ന് വനംവകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 8:20 കൂടി പടക്കം പൊട്ടിച്ച സമയത്ത് കടുവ വീണ്ടും ജനവാസ മേഖലയുടെ ഭാഗത്തേക്ക് പാടശേഖരത്തിലൂടെ ഓടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ മാനന്തവാടി കൽപ്പറ്റ റോഡിൽ പനമരം കഴിഞ്ഞ അല്പം അകലെ എരനെല്ലൂരിന് സമീപത്തെ ഒരു കൃഷിയിടത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇനി രാത്രി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. കടുവയെ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. തെർമൽ ഡ്രോൺ അടക്കം ഉപയോഗിച്ച നിരീക്ഷണം നടത്തുന്നുണ്ട്. പോലീസും വനംവകുപ്പും പ്രദേശവാസികൾക്ക് മുഴുവൻ വീടിനകത്ത് തന്നെ കഴിയണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില റോഡുകളിലൊക്കെ ഗതാഗതം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആശങ്ക തുടരുകയാണ്. കാരണം ആ കൃഷിയിടത്തിൽ നിന്ന് വീണ്ടും വീടുകളുള്ള ഭാഗത്തേക്കാണ് കടുവ ഓടിപ്പോയിരിക്കുന്നത്. ആശങ്കാജനകമായ ഒരു സാഹചര്യമാണല്ലോ. അല്പമല്ല, വലിയ ആശങ്കയുള്ളൊരു സാഹചര്യമാണ്. ആ മുന്നറിയിപ്പ് നേരത്തെ വനംവകുപ്പ് നൽകിയതുമാണ്. ഇതിപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? ഇപ്പോൾ ജനവാസ മേഖലയിലേക്കാണ് പോയെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട പാത ഉൾപ്പെടെയുണ്ട്, ഗതാഗത നിയന്ത്രണമുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ കൂടുതലൊരു വ്യക്തത ഇപ്പോൾ നൽകാൻ കഴിയുമോ? കാരണം ഇപ്പോൾ പ്രദേശവാസികളല്ലാതെ പുറത്തുള്ള ആളുകളൊക്കെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് കൂടുതലായി എത്തുന്നൊരു മാസവും ഒക്കെ ആണല്ലോ. നിരവധി കൃഷിയിടങ്ങൾ, കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. അതോടൊപ്പം ഈ മാനന്തവാടി കൽപ്പറ്റ സംസ്ഥാന പാതയോട് ചേർന്ന് ഒരുപാട് വീടുകളുള്ള, അങ്ങനെ റെസിഡൻഷ്യൽ ഏരിയകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏതു ഭാഗത്ത് എന്നുള്ളത് ഒരു ആശങ്കയാണ്. പക്ഷേ കടുവ ഏതെങ്കിലും ഒരു തോട്ടത്തിലോ മറ്റോ കയറി ഒളിച്ചിരിക്കാനുള്ളൊരു സാധ്യതയാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്ന് പകൽ മുഴുവൻ ഞാൻ പറഞ്ഞതുപോലെ ഈ പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു കൃഷിയിടത്തിലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് കടുവയെ പിടികൂടാനുള്ള ഉത്തരവ് വൈകുന്നേരത്തോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കുന്നത്. അത് തന്നെ കാട് കയറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ജനവാസ മേഖലയിലാണ്. വനംവകുപ്പ് മുന്നറിയിപ്പ് നേരത്തെ നൽകിയതാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൈകിട്ട് ഉത്തരവിറങ്ങിയിരുന്നു. പുതിയ ദൃശ്യങ്ങളാണ്, രാത്രിയിലെ ദൃശ്യങ്ങളാണ്. അപകടകരമായ ഒരു സാഹചര്യമാണ് മേഖലയിലുള്ളത്. കണ്ടോളി സാധനം വരുന്നുണ്ട്. കണ്ടോളി വയനാട്ടിലെ പനമരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. അതിന്റെ തുടർച്ചയായി ആ ദൗത്യം ഈ രാത്രിയിലും പുരോഗമിക്കുകയാണ്. രാവിലെ എവിടെയാണ് കടുവ ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണമുണ്ടായി. ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ കൃത്യമായി എവിടെയാണ് ഉള്ളത് എന്നത് ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായി രാത്രിയിൽ വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് വന്ന വഴിയെ ഒരുപക്ഷെ തിരിച്ചു പോകും, അതിനെ തുരത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വനം ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. പക്ഷേ പടക്കം പൊട്ടിച്ചും മറ്റും ഓടിക്കാനുള്ള ശ്രമം, അതിൻ്റെ ജനവാസ മേഖലയിലേക്ക് തന്നെ കടുവ ഓടി.
പുളിക്കലിലെ കൃഷിയിടത്തിലുണ്ടായിരുന്ന കടുവയാണ് രാത്രി 8:30 സമയത്ത് കുന്നിൻപുറത്തേക്ക് ഓടിക്കയറി അതുവഴി ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഒരു വയൽ മേഖലയിലൂടെ കണ്ടത്തിലൂടെ ഓടുന്നതിൻ്റെ ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. തുരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുഴി വെച്ചോ അല്ലെങ്കിൽ കൂടുവെച്ചോ പിടികൂടാനുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. പ്രദേശത്താകെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വലിയ ശ്രമകരമായൊരു ദൗത്യമാണ് മുന്നോട്ട് പോകുന്നത്. കമലുണ്ട്. കമൽ, ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് എന്താണ്? ഈ എരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, അതായത് അത് മാനന്തവാടി കൽപ്പറ്റ റോഡിൽ പനമരത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശമാണ്. അതായത് രാവിലെ ഇന്നലെ വൈകുന്നേരം മുതൽ കടുവയുണ്ടായിരുന്ന പടിക്കം വയലിന് സമീപത്തുള്ള ഒരു സ്ഥലമാണ് എരനെല്ലൂർ. ആ ഭാഗത്തെ ഒരു തോട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് നമുക്ക് അവസാനമായി ലഭിച്ച വിവരം. അതായത് ഇന്നലെ രാത്രി കടുവ സഞ്ചരിച്ച ആ വഴിയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഇന്നലെ കടുവ ഉണ്ടായിരുന്ന ഏകദേശം ആ ഡയറക്ഷനിലേക്കാണ് കടുവ പോയിരിക്കുന്നത്. അതായത് കാട്ടിലേക്കല്ല, തിരിച്ച് ഇന്നലെ ജനവാസ മേഖലയിൽ നമുക്ക് ഡ്രോൺ ഫോട്ടോ ഒക്കെ കിട്ടിയ ആ ഡയറക്ഷനിൽ പോയിരിക്കുന്നു. വനംവകുപ്പ് പ്രതീക്ഷിച്ചത് കടുവ ആദ്യം വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയിലേക്ക് തിരിച്ചു പോകും, അങ്ങനെ ഓടിക്കാമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ പടക്കം പൊട്ടിച്ചപ്പോൾ കടുവ ഓടിയത് വീണ്ടും ജനവാസ മേഖലയിലേക്കാണ്. ആ പാടശേഖരത്തിലൂടെ ഓടുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പകൽ മുഴുവൻ ആ പാടശേഖരത്തിന് സമീപത്തെ ഒരു പൊന്തക്കാട്ടിലായിരുന്നു കടുവയുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ രാത്രി 8:30 പടക്കം പൊട്ടിച്ചപ്പോൾ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഓടി. ഇനി എന്താണ് രാത്രി സമയത്ത്, എന്തായാലും മയക്കുവെടി വയ്ക്കുക രാത്രി സാധ്യമായ കാര്യമല്ല. കടുവയെ നിരീക്ഷിക്കുക, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, സുരക്ഷ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് രാത്രി ചെയ്യാൻ കഴിയുക. എന്തായാലും വനംവകുപ്പും പോലീസും പുറകെ തന്നെയുണ്ട്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്. കാരണം രാത്രി സമയത്ത് മയക്കുവെടി വെക്കുക എന്തായാലും പ്രായോഗികമല്ല. വൈകിട്ടൊരു 7 മണിയോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇവിടേക്ക് ലഭിക്കുന്നത്. അത് സാധാരണഗതിയായി ഇറങ്ങുന്ന ഒരു ഉത്തരവാണ്. അതായത് ആദ്യം ആ പ്രൊസീജിയർ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ്. കടുവയെ കാട്ടിലേക്ക് തുരത്തുക, സാധിച്ചില്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് പിടിക്കാൻ നോക്കുക, അതും കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കുക. അത് ആ രൂപത്തിൽ തന്നെയാണ് സാധാരണ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് വരിക. പക്ഷേ ഇവിടെ ആ പ്രൊസീജിയർ കാരണം കാട്ടിലേക്ക് തുരത്താനുള്ള ദൗത്യമാണ് ആദ്യം തുടങ്ങിയത്. തുരത്തുന്നതിന്റെ ഭാഗമായി കുങ്കിയാനകളെ ഉൾപ്പെടെ ഉപയോഗിക്കുക എന്നതാണല്ലോ സാധാരണ പതിവ് രീതി. അങ്ങനെ ഒരു ശ്രമകരമായ ജനവാസ മേഖല ദൗത്യത്തിൽ അവയൊന്നും അങ്ങനെ സാധാരണ നിലയിൽ പ്രയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. 2 കുങ്കിയാനകൾ ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങിയതിനു ശേഷമാണ് കുങ്കിയാനകളെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത്. അവയെ നിർത്തിയിരുന്നു, പകൽ സമയത്ത് നിർത്തിയിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ കടുവ അനങ്ങാതെ, ഏതാണ്ട് 8 മണിയോടെ പടക്കം പൊട്ടിച്ചിട്ട് പോലും കടുവ അനങ്ങാതെ ഒരേ സ്ഥലത്ത് തുടരുകയായിരുന്നു ഉച്ച മുതൽ. ആ സമയത്ത് കടുവയ്ക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ, അങ്ങനെ ഇല്ല എന്നായിരുന്നു ഇന്നലെ ഒക്കെ വനംവകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കൊക്കെ ഒരു സംശയം തോന്നിയിരുന്നു, ഇത്ര നേരമായിട്ടും പടക്കം പൊട്ടിച്ചിട്ടും എന്തുകൊണ്ട് കടുവ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് കുറച്ചുകൂടി ഇരുട്ടിയതോടെ കടുവ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഡ്രോണിൽ അതിന്റെ ഡ്രോൺ വെച്ച് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ വേഗതയിൽ പാടത്തൂടെ ഓടി മറ്റൊരു കൃഷിയിടത്തിലേക്കാണ് കയറിയത്. ഈ പനമരം പുഴ കടന്ന് പോയാലാണ് 1 കിലോമീറ്റർ കഴിഞ്ഞ് വനമുള്ളത്. ആ ഭാഗത്തേക്ക് പോവാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കടുവ ഓടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വയനാട് വന്യജീവി സംരക്ഷണ 112 നമ്പർ കടുവ അതാണ് എന്നൊരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് വരുന്നുണ്ടോ? 5 വയസ്സല്ലേ, 5 വയസ്സുള്ള ആൺകടുവയാണ്. ആരോഗ്യ പ്രശ്നങ്ങളില്ല. സാധാരണ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് ഇരപിടിക്കാൻ കഴിയാതെ വരുമ്പോഴൊക്കെ ആണല്ലോ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്കും വളർത്തുമൃഗങ്ങളെ പിടിക്കാനും മറ്റുമൊക്കെ ഇറങ്ങുക. ഈ കടുവയുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ കൂടുതലായി പങ്കുവയ്ക്കുന്നുണ്ടോ? ഈ 112 നമ്പർ കടുവ തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കുന്നുണ്ടോ? ആരോഗ്യവാനായ കടുവ തന്നെയാണോ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്? രതീഷ്, ഇന്നലെ കടുവയുടെ ഡ്രോൺ ദൃശ്യം ലഭിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് പരിശോധിച്ചത്. ഈ കടുവയെ സംബന്ധിച്ച് കടുവയുടെ മുഖത്തുള്ള സ്ട്രൈപ്സും ദേഹത്തെ സ്ട്രൈപ്സും ഒക്കെ അതിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് മറ്റൊരു കടുവയ്ക്ക് ഉണ്ടാകില്ല. ഒരു തവണ സെൻസസ് സമയത്തോ അല്ലാതെയോ വനം വകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ ചിത്രങ്ങൾ ലഭിക്കുമ്പോഴാണ് ആ ID വെച്ച് കടുവയ്ക്ക് ഒരു നമ്പർ നൽകുന്നത്. അത്തരത്തിൽ മുൻപ് സെൻസസിലോ അല്ലെങ്കിൽ അല്ലാതെയോ വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഒരു കടുവയാണ്. അങ്ങനെ വയനാട് വൈൽഡ് ലൈഫ് WL 112 നമ്പർ നൽകിയ ഒരു കടുവയാണ്. ആ ഇത് വെച്ചാണ് അതിന്റെ പ്രായം കണക്ക് കൂട്ടുന്നത്. ഏകദേശം 5 വയസ്സ്, മെയിൽ ടൈഗർ ആണ് എന്നുള്ളതൊക്കെ കണക്കാക്കുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനൊരു ആരോഗ്യ പ്രശ്നമില്ല. 5 വയസ്സുള്ള കടുവയായതുകൊണ്ട് തന്നെ പ്രായാധിക്യമില്ല. പക്ഷേ കടുവയുടെ പ്രജനന കാലമാണ്. ഒരു 4 ദിവസം മുമ്പ് വനം വകുപ്പ് വലിയൊരു മാർഗ്ഗനിർദ്ദേശം ഇറക്കിയിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ഒക്കെ പുലർത്തേണ്ട ജാഗ്രത, പ്രജനനകാലത്ത് കടുവകൾ ഏതൊക്കെ രീതിയിൽ പെരുമാറുമെന്നൊക്കെയുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കടുവ നാട്ടിലിറങ്ങിയത്. പ്രജനനകാലത്ത് ഒരുപക്ഷെ ഈ പ്രായം കുറഞ്ഞ കടുവകൾ പുതിയ ടെറിട്ടറി തേടി പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ പരിക്കേൽക്കാതെ തന്നെ
സ്വന്തം പുതിയൊരു ടെറിട്ടറി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇണയൊക്കെ തേടി കടുവകൾ പുതിയ ലാവണം തേടാറുണ്ട്. അങ്ങനെയുള്ള ഒരു യാത്രയുടെ ഭാഗമായി പുറത്തു വന്നതാകാമെന്നാണ് ഇന്നലെ വനംവകുപ്പ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് തിരിച്ചു പോകും. കാരണം വളർത്തുമൃഗങ്ങളെ ഒന്നും വേട്ടയാടിയിട്ടില്ല. അത്തരത്തിലൊരു കാറ്റിൽ ലിഫ്റ്റ് ഒന്നും ഒരു പ്രദേശത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണ ഈ പ്രായമായ കടുവകൾ പുറത്തിറങ്ങിയാൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വളർത്തുമൃഗങ്ങളെ, പശുവിനെയൊക്കെ വേട്ടയാടുന്നതാണ്. അത്തരമൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ പ്രജനനകാലത്തെ ഒരു യാത്രയുടെ ഭാഗമായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. വനത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളതായിരുന്നു നിഗമനം. പരിക്കേറ്റതായി ഒന്നും യാതൊരു വിവരവുമില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ഈ ഉച്ച മുതൽ അനങ്ങാതെ കിടന്നതുകൊണ്ട് പരിക്കുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കടുവ എണീറ്റ് ഓടുകയും ചെയ്തു. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ല, അധികം പ്രായമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നിഗമനം.